ഇന്നലെ ഞാൻ എന്തോ പറഞ്ഞല്ലോ, ഡേവിഡ് ഷുഡ് ഡിസപ്പിയർ എന്ന് പറ്റോ? അയ്യോ, ഡേവിഡില്ല, സൂപ്പർ സ്റ്റാർ. ഇന്നലെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുള്ളൂ ആസ് എൻ ആക്ടർ. ഈ സൂപ്പർ സ്റ്റാർ പട്ടമുണ്ടല്ലോ, അതൊരിക്കൽ കിട്ടിയപ്പോൾ എന്നെ മാറ്റാൻ പറ്റില്ല. ഇറ്റ് സ്റ്റിക്സ് ഓൺ യു ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. മനസ്സിലായില്ലേ? ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തെ? ടൈം കിട്ടിയില്ല. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്താ പേര്? നോക്കാം. ആളത്ര പരിചയം തോന്നുന്നു. തരക്കേടില്ല. ഡബിൾ റോളാ? ഓ, ട്വിൻസ് ആണല്ലേ? ചോദിച്ചോളൂ. ചേട്ടന്റെ വണ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? എനിക്ക് കുറച്ച് ലക്ഷറി കാസ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൊതി നമ്മുടെ ഓട്ടോറിക്ഷയിൽ ട്രാവൽ ചെയ്യാനാണ്. ഇതൊക്കെ തള്ളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? ഡേവിഡ് സാറിന് ഇനി അധിക സമയമില്ല, അതുകൊണ്ട് ഇനി 5 ചോദ്യങ്ങൾ മാത്രം. ചൂസ് വൈസ്ലി. ഒരു മിനിറ്റ്. മിസ്റ്റർ ബാല എൻ്റെ ഒരു കൊളീഗാണ്, ഫ്രണ്ടുമാണ്. പുള്ളി ഒന്ന് മുന്നോട്ട് കയറ്റിവിടാമോ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഈ കയ്യടിയാണ്, അത് വെറും പൊള്ളയാണ്. പടക്കം പൊട്ടണല്ലേ പൊട്ടും. കാണണോ? ആ, കാണണം. താൻ ഇതുവരെ അഭിനയിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതേതാന്ന് ചോദിച്ചു നോക്കി. ഓക്കെ, കണ്ടോ. എന്താ? ഹലോ മൈ ഡിയേഴ്സ്, ഇനി ഞാനൊരു ചോദ്യം ചെയ്യും. ഞാനിപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പെർഫോമൻസ് ഏതാണ്? ഏതാണ്? ചേട്ടാ, ചേട്ടന്റെ നോട്ടം. സിനിമ പറ. സീൻ എനിക്ക് ഓർമ്മയില്ല. മത്തായി സിനിമയിലെ ചേട്ടന്റെ ലുക്ക് അടിപൊളിയാ. ആ ലുക്ക് ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ ആ പൊട്ട സിനിമ മൊത്തം ഇരുന്ന് കണ്ടത്. ചേട്ടൻ ഫൗജി പടത്തിൽ മുടിഞ്ഞ ഗ്ലാമർ ആയിരുന്നു. ചേട്ടനെല്ലാം പൈൻ പൊട്ടി മരിച്ചപ്പോ ഞാൻ ഒരുപാട് കരഞ്ഞതാ. ചേട്ടാ, മുന്തിരി തോപ്പുകൾ എന്ന സിനിമയിലെ ചേട്ടന്റെ ലിപ് ലോക്ക് സീൻ. മര്യാദക്കൊരു സിനിമ കാരണം ഒരാൾ പോലും ഇല്ല നിങ്ങളുടെ. ഒരു സീൻ പറയടാ. ഡേവിഡേട്ടാ, പ്രേമധീര സിനിമയിലെ ചേട്ടന്റെ വില്ലന്റെ ക്യാരക്ടറില്ലേ, പ്രേമിച്ച പെണ്ണിനെ കൂട്ടുകാരന് കൂട്ടിക്കൊടുത്തേ, അതുപോലെ ഞങ്ങൾ പിള്ളേർക്കും കൂട്ടിക്കൊടുത്തു സെറ്റപ്പ് ആക്കാൻ പറ്റുമോ? എനിക്കതിന്റെ പരിപാടി നിങ്ങളുടെ പ്രിൻസിപ്പളോട് ഇരിപ്പുണ്ട്, പുള്ളിയോട് ചോദിച്ചു നോക്കാം പരിപാടി ഉണ്ടോന്ന്. അതല്ലെങ്കിൽ നീ വീട്ടിൽ പോയി നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്കും, ഒരു പെണ്ണിനെ സെറ്റാക്കി തരുമോ? എന്ത് പെട്ടെന്നാണല്ലേ കയ്യടി പറഞ്ഞിട്ട് പൊരിഞ്ഞടിയത് തെണ്ടികള്. ആ ചോദ്യം ചോദിച്ചോണ്ട് കൈ കിട്ടിട്ട് പൊട്ടിച്ചനെ. ഏയ്, നിങ്ങളുടെ കാരണമല്ല അവിടെ ഉണ്ടായത്. ഞാൻ കാരണോ? താൻ ഒരുത്തം കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത്? നിങ്ങളെ പ്രശ്നം മൊത്തത്തിൽ എന്താണെന്നറിയോ? ആ അനുഭവം പറഞ്ഞാണ് കറക്റ്റ്.
അവളെന്ത് പറഞ്ഞ? അത് നിങ്ങൾക്ക് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റാ. എന്നാ അവള് പറഞ്ഞ? ഞങ്ങൾ ഡിസ്കഷനിൽ 1-2 പ്രാവശ്യം പറഞ്ഞു. അല്ല പക്ഷേ ശരിക്കും അർത്ഥം എന്താ അതിൻ്റെ? അത് കുറച്ചധികം ഉണ്ട് ചേട്ടാ. കുറച്ചോ? ഗൂഗിൾ ചെയ്ത് നോക്കണ. ഫോണിൽ മെസ്സേജ് നോക്കാൻ പാടില്ലേ? സിറിയെ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് മീനിങ് ചേട്ടാ, ഒരു വ്യക്തി തന്റെ കഴിവ് കേടിനെ മനസ്സിലാകാതെ ഇരിക്കുകയും ഉള്ള ചെറിയ കഴിവുകളെ പൊക്കിപ്പിടിച്ചു താൻ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ. സിമ്പിളായി പറഞ്ഞാൽ പൊട്ടൻ. ഗുഡ് മോർണിംഗ് സാർ. പി കെ ചേട്ടാ, അതെ, നമ്മുടെ ഈ വണ്ടി മേളിലേക്ക് പോകല്ലാത്തതുകൊണ്ടേ നമുക്ക് പോകാനായിട്ട് ഒരു ലക്ഷറി ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ, ജീപ്പിൽ പോവാലോ അല്ലേ? ലക്ഷറി ജീപ്പ് ആണെങ്കിൽ ഓക്കെ. പിന്നെ ലക്ഷറി ജീപ്പാ അല്ലേ? അതെ അതെ. വൈലി, ഇതാണോടോ തന്റെ ലക്ഷറി ജീപ്പ്? ഡേവിഡ് മനെ, ഇതെന്താണ് വല്ലാത്തൊരു വിനയം? അയ്യോ, ഇത് ആക്ടിംഗ് ഒറിജിനൽ ശൈസാറാണ് ഏട്ടൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ ഡയറക്ടർ. എന്തായിരുന്നു എൻ്റെ മറ്റേ പ്രശ്നം? ഞാൻ കോശിയോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ ഇരിക്കുകയായിരുന്നു. അയ്യോ സാർ, അത് എന്തിനാണ് അനാവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ? അല്ല, അതിന് ഞാനല്ല. സിനിമയിലെ ഒരു ചൊല്ലുണ്ട്, ക്ലീശയാണ്, സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നുള്ളത്. നമുക്കൊന്ന് തീർക്കണം. ഓക്കെ സാർ. റെഡിയല്ലേ? ഷൈമനെ റെഡിയാണോ? റെഡിയാണ് സാർ. ഷൈമനെ ആക്ഷൻ. നമ്മളെ ഇന്നലെ ഡയലോഗ്സ് നോക്കിയില്ലേ? ആ, ഇന്നലെ നോക്കിയതല്ലേ, എനിക്കറിയാം. എപ്പോഴും നോക്കിയ മെക്കാനിക്കലാവും. ഓക്കെ. ഷൈമനെ നന്നായി കേട്ടാ. ചേട്ടാ ഷോർട്ട് അടിയണേ. അല്ല ഞാൻ വരണോ? എന്തിനാ? ലെവൽ ആക്ടിങ്ങിൽ സംശയമാണെങ്കിൽ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പം ഞാൻ എന്താ പൊട്ടനാ? പൊട്ടനല്ല, ലോക പൊട്ടൻ. ഷൈമനെ ആക്ഷൻ. മുഹമ്മദ് സഖീർ ആള് ഭയങ്കരനാണെന്നാ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്. Is it right? ഡേവിഡ് മനെ ഡയലോഗ്. പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയും അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ക്ഷൗരം ചെയ്യാനാണ്. ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ്. അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് സക്കീർ ഇസ് ഇൻഫ്ലേമബിൾ, ഹൈലി ഇൻഫ്ലേമബിൾ. ഞാൻ ചൊല്ലുന്നത് നീ ഒന്ന് കേട്ടേ. ചോറിന്റെ ചിക്കന്റെ പ്രശ്നമല്ലേ, ഞാനത് ശരിയാക്കി തരാം. നായകനും പരിപാടി നിങ്ങൾ ഈ സിനിമാക്കാരുടെ ഹൈറാക്കിങ് പരിപാടിയാണ് ആദ്യം പൊളിച്ചു മാറ്റേണ്ടത്. ഞങ്ങൾ നാടകത്തിൽ അങ്ങനത്തെ ഒരു വേർതിരിവൊന്നുമില്ല. അവിടെ എല്ലാവർക്കും ഒരേ ചായ, ഒരേ ഗ്ലാസ്, ഒരേ ഭക്ഷണം. അവിടെ ഹീറോ, ഹീറോയിൻ, സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നടനില്ലേ മുരളിച്ചേട്ടൻ, ദി ഗ്രേറ്റ് ആക്ടർ, പുള്ളി ഒരു നാടകത്തിന് ബെഞ്ചിങ് തൂക്കിപ്പോണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട്. പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവാൻ പറ്റുള്ളൂ, അല്ലേ? നല്ലൊരു നടിയാവാൻ പറ്റുള്ളൂ, നല്ലൊരു നടികറാവാൻ പറ്റുള്ളൂ. ഐ എം ഫോർ ഈക്വാലിറ്റി. ഞാൻ ഈ ഹൈറാർക്കി ഒന്നും നോക്കാറില്ല. അല്ലേ പിന്നെ ഞാൻ ഇവന്റെ കൂടെ ഇങ്ങനെ നടിക്കുവോ? എന്താ ഒഴിച്ചോടാ.
പോരട്ടെ, ഉള്ളികളൊക്കെ പോരട്ടെ. ലെനി ഞാൻ ചോദിച്ചുതരാം. പറഞ്ഞോ. എന്തു പോരട്ടെ? ആ, ഇതിനൊരു കുഴപ്പമുണ്ട്. എന്തോരം അടിച്ചാലുണ്ടല്ല, ഉള്ളിയോളം മാത്രമേ പുറത്തു വരുള്ളൂ. പോരട്ടെ, എല്ലാം പോരട്ടെ. എന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വന്നാൽ നിനക്കത് താങ്ങൂടാ. എന്ത്? നീ ഇന്നലെ എന്താ പറഞ്ഞത്? എനിക്ക് ഡണ്ണിങ് ക്രൂഗറാണെന്നോ? ആ, സ്വന്തം കഴിവുകൾ മനസ്സിലാക്കാത്തവരെ അങ്ങനെയല്ല എല്ലാരും പറയുള്ളൂ. ഇതൊക്കെ പറയാൻ നിനക്കെന്ത് ക്വാളിറ്റി ഉണ്ടടാ? നിനക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ടോ? നിനക്ക് സ്വന്തമായിട്ടൊരു മേൽവിലാസം ഉണ്ടോ? ഡേവിഡ് പടിക്കലിന്റെ ആക്ടിംഗ് ട്രെയിനർ. വേറെ എന്ത് യോഗ്യത നിനക്കുള്ളത്? എന്നിട്ട് അതും വെച്ചോണ്ട് ആൻ്റെ അടുത്ത് ഒലിപ്പിക്കാൻ പോയിരിക്കുന്നു. ഓ, അപ്പൊ അതാണ്. എനിക്ക് മേൽവിലാസമുണ്ട്. ആ മേൽവിലാസത്തിൽ പുള്ളി വന്നിട്ടുണ്ട്. ചോദിച്ചാൽ മതി, അയാൾ പറഞ്ഞുതരും. നീ അവിടെ വന്നിട്ടില്ലെന്നുള്ളൂ. പിന്നെ നിന്റെ പേരെന്താ? ഡേവിഡ് പടിക്കൽ. എന്ത് പഠിക്കല്? ആരുടെ പഠിക്കല്? നിന്റെ അച്ഛനാണോ പഠിക്കല്? ഏതെങ്ങാണ്ട് പഠിക്കല് ഇറക്കി വെച്ച് പോയതാണ് ഇവരെ. മാഷിനെയാണ് നീ? മാഷല്ലേ ഇത്? നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഞാൻ അന്നേ പറഞ്ഞ ഈ കോളനി സാധനം നമ്മുടെ കൂടെ കൂട്ടണ്ടാണ്. ഡേവിഡേ, നീ വെറും ഉള്ളേ. എടോ, ഇവൻ തനി ഉള്ളേ. ഒന്ന് പോടാ കോളനി തെണ്ടി. നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചേ? ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലെന്ന്. പ്രേമം, പണ്ടാരം, നിന്റെ പെണ്ണിനെ പ്രേമിക്കാൻ മാത്രം ഞാൻ അത്ര ബോർണൊന്നല്ലടാ. നീ നന്നായിട്ട് അഭിനയിച്ചാൽ വേണ്ടി ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അറിയാവോ? ഞങ്ങളെ തിരിച്ചുകൾ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും. ഇനി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടെ നിൽക്കുന്നവന്റെ മനസ്സറിയത്ത മനുഷ്യനാണ്. നിർത്തിയേട്ടാ, മതിയായി, ഞാൻ പോണു. നീ എന്തുണ്ടാക്കാൻ പോണു? നീ എന്തുണ്ടാക്കാൻ പോണെന്ന്? നിന്റെ ഈ സ്റ്റാഡോ, ഈ സ്റ്റാഡം കൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല കേട്ടോ. അതിനൊക്കെ അപ്പുറത്തൊരു നീ ഉണ്ട്, ആർക്കും വേണ്ടാത്ത, ഇവരാരും സ്നേഹം കിട്ടാത്തൊരു നീ, ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത നീ. നീ സൂക്ഷിച്ചോടാ. ഞാനൊന്നും ഇയാള് പോടോ. വാപ്പിക്കെ പോ. ലെനി വണ്ടി എടുക്കടാ. നിന്റെ ചെവി അടിച്ചു പോയ വണ്ടി എടുക്കണം. പറ ഡേവിഡ് സാറേ, ഈ ബൂർഷകളായിട്ട് നല്ല സമ്പർക്കം പാടുന്ന എൻ്റെ അപ്പച്ചനടുത്ത് പണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് എല്ലാ കാര്യത്തിനും ഞാൻ കട്ടക്ക് നിന്നത് നിങ്ങൾ എൻ്റെ ആർക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. മോനെ, ക്ലീഷയാണ്, എന്നാലും പറയാതിരിക്കാൻ വയ്യ. മദ്യപിക്കുമ്പോൾ സോഷ്യലിസം പറയരുത്. മായാരൂപം നാം ഛായാരൂപം ചായം വീഴും കാർമൂടൽ രൂപം തീരാദാഹം മേൽ ചേരും വന്നില്ലേ? നീ കാടി വെള്ളം കറക്കാൻ എന്റെ മൂലമറ്റത്ത് കൂടി വലിക്കാൻ കറണ്ട് ബോഡി ആയിട്ട് നടക്കുന്ന പെണ്ണൊന്നല്ല. വാനിലം പൊഴിഞ്ഞു വീഴുന്നു നിലാവിൽ. കൂടെ നിൽക്കുന്നവന്റെ മനസ്സറിയത്ത മനുഷ്യനാണ്. കഴിക്കേണ്ട 2 ദിവസം ചേട്ടന്മാരൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് ഡേവിഡ് സാറിന് നിങ്ങളോട് സ്നേഹമൊക്കെ അല്ലേ? പക്ഷെ ഒരു പശുമില്ല സ്നേഹം. നീ നന്നായിട്ട് അഭിനയിച്ചാൽ വേണ്ടി ഞാൻ കുറെ പ്രാർത്ഥിച്ചത്. ഇനി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവരാരും സ്നേഹം കിട്ടാത്ത നീ, ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത നീ, നീ സൂക്ഷിച്ചോടാ.
വാടാ മക്കളെ, അവക്ക് പോലെ നീ പോയാ മതിയായിരുന്നു. കൊണ്ടുപോടാ, എന്റെ കൊച്ചിനെ കൊണ്ടുപോടാ. ചേട്ടാ, ചത്ത് കിടന്ന് എന്നെ കൂടി കരപ്പിച്ച് കളഞ്ഞല്ലോ. അശു കേട്ടാ, ഈ കൈ ഒന്ന് പിടിച്ചിട്ട് ടയർ കേട്ടെ. സാറ് കഴിഞ്ഞ പടത്തിനേക്കാളും നന്നായിട്ടുണ്ട് കേട്ടോ. അയ്യോ, കഴിഞ്ഞ പടം മോശമാണെന്നല്ല, ഇത് ഒരുപാട് നന്നായി. കൈ വരയ്ക്കുന്നല്ലോ. ഷുഗർ ഉണ്ടോ? ഇത് അതിന്റെ മാത്രമല്ല, ഉള്ളിലെ വിങ്ങലിന്റെയാ. നേരത്തെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോ എനിക്കത് മനസ്സിലായി.